കാരണം ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇവിടെ നടന്നതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതിന് നൽകുന്ന വിശദീകരണവും. അല്ല മഞ്ജുഷേ, അദ്ദേഹം എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത്. സത്യത്തിൽ LDFന്റെ പ്രതിനിധി അദ്ദേഹം വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആ കമ്പനിയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് സംസാരിച്ചത്. ആ വിഷയത്തെക്കുറിച്ച് ഒഴിച്ച് ബാക്കി ലോകത്തുള്ള മുഴുവൻ കാര്യം, ഇറാഖിലെ അധിനിവേശത്തെക്കുറിച്ച് വരെ അദ്ദേഹം സംസാരിച്ചു പോയി. അദ്ദേഹം VD സതീശന്റെ 150 കോടി രൂപയുടെ അഴിമതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഒരു MLA നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചത്? അതിന് പുറത്ത് CPMന്റെ ബാക്കി 98 MLAമാർക്ക് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് പറയാനാവില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇനി അതിനപ്പുറത്ത് VD സതീശൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ ഭരിക്കുന്നത്? എന്തുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോയി തിരിച്ച് കർണാടകയ്ക്ക് കൊണ്ടുപോയപ്പോൾ നിങ്ങൾ എന്ത് നോക്കിയിരിക്കുമായിരുന്നു? നാണമില്ല ഇതൊക്കെ പറയാനായിട്ട്? ഏതെങ്കിലും വെളിവില്ലാത്തവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് വീണ്ടും വന്ന് ചാനലുകളിൽ വന്ന് വീണ്ടും ഒമിറ്റ് ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കേട്ടിരിക്കാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. പിന്നെ നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ നോക്കുന്നു. പണ്ട് ബ്രണ്ണൻകോളേൻ്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വടിവാളിനും വാക്കത്തിയുടെയും മറ്റേ പിച്ചാത്തിയുടെയും ഒക്കെ മുന്നിലൂടെ ഉരുമാറ് കാട്ടി നടന്നു, തോക്കിൻ്റെ മുമ്പിൽ മാറ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്തുകൊണ്ടാണ് വേട്ട എന്ന് പറയുന്നത്? നാണാവില്ലേ അതൊക്കെ പറയാനായിട്ട്? നിങ്ങളെ വേട്ടയാടുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ കോടതിയിൽ പോകണം. നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ആക്ഷേപം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ? വീണയെ കേട്ടില്ല, വീണയുടെ ഭാഗവും വീണയുടെ കമ്പനിയുടെ ഭാഗവും കേട്ടില്ല എന്ന്. ROC അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറെ കൂടി വ്യക്തമായി. വീണയ്ക്ക് പറയാനുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളും അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് അല്ലെന്ന്. 1,72,00,000 രൂപയുടെ അന്വേഷണം സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് അല്ലെന്ന് ഞാനും പറയുന്നത് അത് തന്നെയാണ്. ഈ 1,72,00,000 രൂപ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട്, മകന്റെ അമ്മായച്ചന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വന്നിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും അന്വേഷിക്കണം. അപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആവും. ജയരാജ് പറഞ്ഞ പോലെ ഈ 1,72,00,000 എന്ന് പറയുമ്പോൾ സീരിയസ്നെസ് കുറവുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടി കണക്ട് ചെയ്ത് അന്വേഷിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് ഇവിടുത്തെ കരാറുകൾ മുഴുവൻ ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നിയമസഭയ്ക്കകത്ത് വന്നു. അതിന്റെ ഉടമയായിട്ടുള്ള ജയ്ക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട ആക്ഷേപം വന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്റർ അദ്ദേഹമാണെന്ന് പറഞ്ഞപ്പോൾ വെബ്സൈറ്റ് ഇല്ലാതെയാവുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ. പിന്നെ തിരിച്ചു വരുമ്പോൾ ആ വെബ്സൈറ്റിൽ ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്റർ ഇല്ലാതെയാവുന്നു. അപ്പോൾ എത്രത്തോളം കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ തള്ളി പറഞ്ഞ സ്വപ്ന സുരേഷിനെ നിയമിക്കാനായിട്ടുള്ള ചരടുവലി നടന്നത് ഏത് കമ്പനിയും ഏത് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ അറിയാമല്ലോ. അത് ഈ ജയ്ക്ക് ബാലകുമാർ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വപ്ന സുരേഷ് എന്ന് തൊട്ട അസ്പർശിയായിട്ടുള്ളത് എന്ന് തൊട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായി മാറുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാതിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ആൾ, മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നത് എന്തിനാ? ആ കേസിൽ കൂട്ടുപ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിനെയാണ് നിങ്ങൾ ഇപ്പോൾ തള്ളി പറയുന്നത്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ശിവശങ്കരനെ തള്ളി പറഞ്ഞില്ല. ഈ ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നത് എന്തിനു പേരിലാണെന്നറിയാവോ? ഈ ശിവശങ്കരൻ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുത്ത ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണ്ടേ? അപ്പോൾ നിങ്ങൾ പറയുന്ന കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വരണമെങ്കിൽ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് അന്വേഷിക്കണം. അന്വേഷിക്കട്ടെ. ഞങ്ങളിപ്പോ നിങ്ങൾ കുറെ അന്വേഷണം നടക്കില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ശ്രീ ജിൻഡോ. ഇപ്പോഴും നിങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് അന്വേഷണം നടക്കില്ല എന്നാണല്ലോ. ഇന്ന് തന്നെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന പ്രത്യേക പരിഗണന വീണ വിജയന് കിട്ടില്ല, ക്രമക്കേട് കണ്ടതുകൊണ്ടാണ് ഇത്തരമൊരു ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചത് എന്നാണ്. ഇതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ ഈ ഒരു പ്രതികരണത്തെ? ഈ കേന്ദ്രത്തിൽ നിന്ന് വി മുരളീധരൻ അല്ലാതെ ഒരു മന്ത്രി പ്രതികരിക്കുന്നത് ആദ്യമായിട്ടാണല്ലോ ഈ വിഷയത്തിൽ. അല്ല, ഇതിനു മുമ്പ് മറ്റൊരു മന്ത്രി പ്രതികരിച്ചു മഞ്ജുഷേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന് അദ്ദേഹം പ്രതികരിച്ചില്ലേ? ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനിലേക്ക് മാത്രമാണ് കൈവലങ്ങൾ എത്തിയത്. അതിനപ്പുറത്തേക്ക് അന്വേഷിക്കാനായിട്ട് തയ്യാറായില്ല കേന്ദ്ര ഏജൻസികൾ. ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൽ ഇപ്പോൾ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് തന്നെ SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് മീനാക്ഷി ലേഖി കേന്ദ്രമന്ത്രി പറഞ്ഞത്. അപ്പോൾ അതിനെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല,
ഞാൻ അതിൽ അവർ പറയുന്നതിന് സ്വാഗതാർഹമായിട്ടല്ലേ ഇരിക്കുന്നത്. കേന്ദ്രമന്ത്രി പറയുന്നു യാതൊരു പരിഗണനയും വീണ വിജയന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് സ്വാഗതാർഹമാണ്. പക്ഷേ അങ്ങനെ തന്നെ നടക്കണം. കാരണം ഈ CMRL കമ്പനിയിൽ റെയ്ഡ് നടന്നതിന് ശേഷം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്. വീണ വിജയന്റെ കമ്പനിക്ക് എക്സാലോജിക്കിന് കൊടുത്തിരിക്കുന്ന പണം യാതൊരു സേവനവും നൽകാതെ അത് അഴിമതിക്ക് തുല്യമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത്, ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെത്തലുണ്ടായിരിക്കുമ്പോൾ തന്നെ അതിന് തുടർന്നുള്ളൊരു നടപടി പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ ഒരു നടപടി മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ? അല്ലല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് അന്ന് CBIക്ക് കേസെടുക്കാവുന്നതാണ്, EDക്ക് അന്വേഷിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ CBIയോ EDയോ ഒക്കെ അന്വേഷിക്കേണ്ട സാഹചര്യമല്ലേ. അപ്പോൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു താല്പര്യത്തോടെ ആർജവത്തോടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിരീക്ഷണം. അതിനപ്പുറത്ത് ഉണ്ടെങ്കിൽ ഇത്രയും കാലം വൈകേണ്ട കാര്യമില്ലല്ലോ. ഓരോ ഏജൻസിയുടെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതല്ലാതെ അതിനപ്പുറത്ത് ഇവരെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ എന്തുകൊണ്ടാണ് ഇനിയും വൈകുന്നത്? ഇപ്പൊ ROCക്ക് കൊടുത്തിരിക്കുന്ന മറുപടി തൃപ്തികരമല്ലെന്നും അവ്യക്തവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഈ മെല്ലപ്പോക്ക്? മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരുന്നെങ്കിൽ, വേറെ ഒരു സാധാരണപ്പെട്ട ഒരു ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ ഈ നടപടി ആയിരിക്കോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനാക്ഷി ലേഖി പറഞ്ഞ അഭിപ്രായത്തെ സ്വാഗതാർഹമാണ്. പക്ഷേ അത് അതേ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കപ്പെടണം. അല്ലാതെ ഇതിങ്ങനെ കാലതാമസം വരുത്തിക്കൊണ്ട് ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് കൈവക്കിക്കൊണ്ട് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് ഈ ഗിരിപ്രഭാഷണം നടത്താനുള്ള അവസരം കൊടുക്കുന്നതിലല്ല കാര്യമുള്ളത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ